This is Ormayapathic since 92 in the lab. ഇതുപോലെ പണ്ട് കുഞ്ഞുമീനുകളൊക്കെ കിട്ടുമ്പോൾ അത് വെച്ച് കഞ്ഞിയും കറി വെച്ച് കളിച്ചത് ഓർമ്മയുണ്ട് മനുഷ്യന്മാരെ. രണ്ട് സ്റ്റൈലിലാണ് ഷ്രിംപ് ഷെൽസ് റിമൂവ് ചെയ്യുന്നത്. കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കാണാം. തീരെ ചെറിയ ചെമ്മീനാണ് എൻ്റെ വീട്ടിലെ താല്പര്യം. പിന്നെ എനിക്ക് ആദ്യമേ കുറച്ച് വലിയ സൈസുള്ള ഷ്രിംപ് ലോബ്സ്റ്റർ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് അറിയില്ലായിരുന്നു. അപ്പം എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലെന്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലീനിങ് പ്രോസസ്സ് കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഈ ഒരു രീതി അല്ലാതെ ഷ്രിംപിന്റെ ആ ഗിൽസിന്റെ ഫ്ലഷോട് കൂടെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ചെമ്മീന്റെ തലയിലാണ് അതിന്റെ സ്റ്റൊമക് പോർഷൻ വരുന്നത്. നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത ഗിൽസിന് തൊട്ട് താഴെ ചെറിയൊരു ഹോള് കാണാൻ പറ്റും. അതിലൂടെയാണ് ചെമ്മീന്റെ ഹേർട്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻസ്, ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. കുറച്ച് പ്രഷറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിയെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് വലിച്ചെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുവിധം വലിയ ചെമ്മീനൊക്കെ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഞരമ്പും കുടലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ചെമ്മീൻ്റെ സൈസ് കൂടും തോറും ഹെഡ് പോർഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു സൈസിൽ വരുന്നതിൻ്റെ കാലോട് കൂടെയും കുക്ക് ചെയ്യാറുണ്ട്. ഞാനിവിടെ അത് എടുക്കുന്നില്ല കേട്ടോ. ഗിൽസിലെ ഫ്ലഷോട് കൂടെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി തോന്നുന്നത്. ഏകദേശം 1 കിലോ അടുത്ത് വരുന്ന ഷ്രിംപ്സ് മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കൂടെ 3 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ ചേർത്ത് മസാല മിക്സ് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് മസാല മിക്സ് ചെയ്തിട്ടെടുക്കുക. എനിക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ചടങ്ങായതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മസാല 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെമ്മീനിൽ തേച്ച് പിടിപ്പിക്കാം. മസാല തയ്യാറാക്കുന്ന സമയം അത്രയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീൻ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാട്ടോ. ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെമ്മീൻ 2 മണിക്കൂറിലധികം മാരിനേറ്റ് ചെയ്ത് സൂക്ഷിക്കരുത്. വിറ്റമിൻ സി, ചിക്കൻ, പോർക്ക്, റെഡ് പംകിൻ ഇതൊന്നും ഷ്രിംപായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഞാനല്ല, ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഒരുവിധം ചൈനീസ് റെസിപ്പീസിലൊക്കെ ഈ കോമ്പിനേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അവരുപയോഗിക്കുന്ന സ്പൈസസ്, സൈഡ് ഡിഷസ്, കുക്കിംഗ് മെത്തേഡ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ആവും. ഞാനിവിടെ മസാലയിൽ ചേർത്തിട്ടുള്ള വിനിഗറിൽ ഒരു അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് വിറ്റമിൻ സി ഇല്ല. അതിലുള്ളത് അസറ്റിക് ആസിഡ് ആണ്. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഞാൻ 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുന്നുണ്ട്. ചെമ്മീൻ പൊരിച്ചെടുക്കുന്നതിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലകളൊക്കെ വഴച്ചെടുക്കുന്നത്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലുമാണ് ഓരോ സൈഡും എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ളത്. ചെമ്മീൻ കോരി മാറ്റിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഏകദേശം 1 കിലോ സവാള, 1 കിലോ ഉള്ളി, 2 പിടി വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 5 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 തക്കാളി അരിഞ്ഞത്, 1 പിടി കാഷ്യൂ നട്ട്സ്, റേസിൻസ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നത് വരെ നല്ലപോലെ വഴച്ചെടുക്കുക. നമുക്കിനി ചെമ്മീൻ വാഴലയിൽ പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് 2 വാഴല വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴനാര് തന്നെയാണ് എടുത്തിട്ടുള്ളത് കെട്ടാനും. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഗ്രേവിയും ചെമ്മീനും ഓരോ ലെയറായിട്ട് നിറച്ചു കൊടുക്കുക. ഒന്നുകിൽ ഫ്രഷ് വാഴയില നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തിട്ട് വാട്ടിയെടുക്കാം. അതല്ലെങ്കിൽ വാട്ടി കഴിഞ്ഞതിന് ശേഷം ഇല കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാതെ എടുക്കാം. എക്സ്ട്രാ എണ്ണ ഇനി ഒഴിക്കേണ്ട. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പൊള്ളിച്ചെടുക്കാം. ഈ ഇല മടക്കുന്ന കാണുമ്പോഴേ പണ്ട് എൻ്റെ അമ്മച്ചി പറമ്പെന്ന് നല്ല ഭംഗിയുള്ള തൂശനില വെട്ടി ചോറിട്ട് 1 സ്പൂൺ അച്ചാറിട്ട് 1 ഉരുള തേങ്ങാ ചമ്മന്തി വെച്ച് 1 കഷ്ണം മുട്ട വറുത്തത് വെച്ച് 1 മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ അതും വെച്ച് കുറച്ച് മോരൂട്ടാൻ ഒഴിച്ച് ചോറ് പൊതിഞ്ഞ് കെട്ടി തന്നു ഇടുന്ന ഓർമ്മ വരുന്ന. ഈ വാഴയില തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് നമ്മളിത് ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താല്ലേ
നമ്മുടെ വാഴയില പൊള്ളിച്ച കൊഞ്ച് ഇവിടെ സെറ്റ് സെറ്റ് സെറ്റ്.